ശാസ്ത്രീയതയുടെ സകലമാന കുത്തകകളും അവകാശപ്പെടുന്നത് നാസയുടെ കേന്ദ്രത്തിലിരുന്ന് ചൊവ്വായിലേക്ക് യാത്ര തിരിക്കാൻ വേണ്ടി ശ്രമകരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് മുസ്ലിങ്ങളല്ല. പക്ഷേ ഇബ്നു ഹിബ്ബാൻ ലോകത്തിന് സമ്മാനിച്ച പ്രതാപ ഭൂതകാലത്തിന്റെ ഇരമ്പുന്ന സ്മരണയുള്ളവരാ നമ്മൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ. കർഡോവ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയെ ലോകത്തിന് സമ്മാനിച്ചവരാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ. ലക്ഷക്കണക്കായ ഗ്രന്ഥങ്ങളാണ് കർഡോവ യൂണിവേഴ്സിറ്റിയുടെ അകത്തളങ്ങളിൽ വിശ്രമിച്ചത്. 1.5 ലക്ഷം ഗ്രന്ഥമുള്ള കർഡോവ യൂണിവേഴ്സിറ്റി ഒന്നല്ല, ബഗ്ദാദിൽ നിറഞ്ഞു നിന്നിരുന്നു സർവകലാശാലകൾ. ബുഖാറ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ചാവക്കാട്ട ബുഖാറയാണ്. നമ്മുടെ അഭിവന്ദനായ നായകൻ സയ്യിദ് ഹാമിദ് അലി തങ്ങളുടെ ഓർമ്മയാണ് ബുഖാറ നമുക്ക് നൽകുന്നതെങ്കിൽ സോവിയറ്റ് റഷ്യ ചിഹ്ന ഭിന്നമാകുന്നതിന് മുമ്പ് ബുഖാറ എന്ന് പറയുന്ന പ്രവിശ്യ റഷ്യയുടെ ഭാഗമായിരുന്നു. മനോഹരമായി നിറഞ്ഞു നിൽക്കുന്ന രമണീയമായ മിനാരങ്ങളുള്ള മസ്ജിദുകൾ നിറഞ്ഞു നിന്നിരുന്ന ബുഖാറ, ഇസ്ലാമിക സർവകലാശാലകൾ നിറഞ്ഞു നിന്നിരുന്ന ബുഖാറ തകർത്തു കളഞ്ഞു സമുദായമേ. റഷ്യൻ ചെമ്പട കടന്നു വന്നുകൊണ്ട് ഇസ്ലാമിക സംസ്കാരങ്ങളുടെ സിംബലുകളെ തകർത്തു കളഞ്ഞപ്പോൾ മസ്ജിദുകൾ സിനിമാശാലകളായി മാറിപ്പോയി. സർവകലാശാലകൾ വ്യഭിചാരശാലകളായി മാറിപ്പോയില്ലേ പ്രിയപ്പെട്ടവരെ. അസർബൈജാൻ ഇന്ന് നമ്മുടെ നോവുന്ന ഓർമ്മയാണ്. 16 പ്രവിശ്യകൾ ഉണ്ടായിരുന്ന USSR എന്ന് പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് റഷ്യ എന്ന് പറയുന്ന 16 പ്രവിശ്യകൾ തകർന്ന് തരിപ്പണമായിട്ടല്ലേ പെരിസ്റ്റോയിക്ക കൊണ്ടുവന്ന് റഷ്യയെ ഒന്നാക്കി മാറ്റിക്കളഞ്ഞത്. ചരിത്രമല്ല ഞാൻ പറയുന്നത്, ഇന്നലകളുടെ ഭൂതകാലത്തിൽ മനോഹരമായ ഓർമ്മകളാണ് നമുക്ക് കയറിറക്കാനുള്ളതെങ്കിൽ ഇന്ന് വെള്ളം കോരികൾ നമ്മളാണ്. മുംബൈയുടെ തെരുവോരങ്ങളിൽ റിക്ഷാവണ്ടി വലിക്കുന്നവൻ മുസ്ലിമാണ്. ബാംഗ്ലൂർ നഗരത്തിലൂടെ മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷാവണ്ടി വലിച്ച് ഉയർക്കുന്നവൻ നമ്മുടെ സമുദായത്തിന്റെ പ്രതിനിധിയാണ്. രാജസ്ഥാന്റെ മാർബിൾ കോറികളിൽ കയ്യ മുഴുവൻ പൊട്ടിക്കേറിക്കൊണ്ട് വേദന സഹിക്കുന്നവൻ മുസ്ലിമാണ് പ്രിയപ്പെട്ടവരെ. ഉത്തരേന്ത്യയുടെ റൊട്ടി നിർമ്മാണശാലകളിലെ ചൂടേറ്റുകൊണ്ട് കരിഞ്ഞു വീഴുന്നത് ഈ സമുദായത്തിന്റെ പ്രിയപ്പെട്ട മക്കളല്ലേ പ്രിയപ്പെട്ടവരെ. എല്ലാ പ്രശോഭിതമായ ഇന്നകലകളും നശിച്ചു പോയ സങ്കടത്തിലല്ലേ നമ്മൾ ഇരിക്കുന്നത്. കേരളത്തിന്റെ പുതിയ വിവാദങ്ങളും നിങ്ങൾ അറിയുന്നുണ്ട്. എനിക്ക് രാഷ്ട്രീയപരമായ ചായ്വുകളൊന്നുമില്ലെങ്കിലും പറഞ്ഞു പോകട്ടെ. ഒരു മുസ്ലിം സമുദായത്തിലെ ഒരാൾ മന്ത്രിയാകുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് ആരൊക്കെയാണ് ബദർ യുദ്ധം നടത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്? NSSകാരൻ പറഞ്ഞു, SNDPക്കാരൻ പറഞ്ഞു, എല്ലാവരും പറയുന്നു. ഞാനതിലെ രാഷ്ട്രീയമല്ല പറയുന്നത്. ഒരു സമുദായത്തിലെ ഒരാൾ മന്ത്രിയായി കഴിഞ്ഞാൽ എന്ത് സമാധാനമാണ് നശിച്ചു പോവുക, എന്ത് പ്രശ്നമാണ് കേരളത്തിൽ ഉണ്ടാവുക. ഇതിന്റെ പിന്നിലൊക്കെ നമ്മൾ അറിയേണ്ടത്, രാഷ്ട്രീയത്തിനപ്പുറം മനസ്സിലാക്കേണ്ടത്, ഞാനൊരു മുസ്ലിം ലീഗുകാരനല്ല, നിങ്ങൾ ഇനി അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. സമുദായത്തിലെ ആരെങ്കിലും ഉന്നതമായ ഒരു നിലകളിലേക്ക് എത്തുന്നത് എന്തൊക്കെ സെക്കുലറിസം പറഞ്ഞാലും എന്തൊക്കെ മതേതരത്വം പറഞ്ഞാലും മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ. താർത്താരികളും ചെങ്കിസ് ഖാൻമാരും സ്പെയിനിനെ തകർക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ നമ്മൾ അറിഞ്ഞേണ്ട ഒരു വസ്തുതയുണ്ട്. മുസ്ലിങ്ങളെ കൊല്ലുകയല്ല ആദ്യം അവർ ചെയ്തത്, മുസ്ലിങ്ങളെ കൊല്ലുകയല്ല. അവരുടെ പടത്തലവൻ പറഞ്ഞു കൊടുത്തു, മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയത് കൊണ്ട് ഒന്നും ഇവിടെ സംഭവിക്കാനില്ല. ഈ രക്തത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ ആയിരക്കണക്കായ മുസ്ലിം തലമുറ ഉടലെടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആളെ കൊല്ലലല്ല, ഇവരെ പരാജയപ്പെടുത്താനുള്ള വഴി അത് ചില മണ്ഡലമാർ കണ്ടുപിടിച്ചത്. ആളെ കൊല്ലുക എന്നുള്ള
ഒരു സമൂഹത്തെ തകർക്കാൻ അവരുടെ സ്വത്വബോധത്തെ തകർത്ത് കളഞ്ഞാൽ മതി. ഒരു സമൂഹത്തെ തകർക്കാൻ അവരുടെ വൈജ്ഞാനിക സംരംഭങ്ങളെ തകർത്ത് കളഞ്ഞാൽ മതി. മുസ്ലിം സമുദായത്തെ തകർക്കാൻ മുസ്ലിങ്ങളെ കൊന്നതുകൊണ്ട് യാതൊരു ഫലവുമില്ല. ഈ മദ്രസകൾ തകർത്ത് കളഞ്ഞാൽ മതി. ദീനീ ചൈതന്യമുള്ള, ദീനീ അവബോധമുള്ള ഒരു തലമുറ വളർന്നു വരുന്നത് അവസാനിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, നമ്മളതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. കേരളത്തിലെ എല്ലാ മദ്രസകളും പൂട്ടാൻ പോവാ. പൂട്ടി. ഉസ്താദുമാരൊക്കെ ഗൾഫിൽ പോയി, അല്ലെങ്കിൽ അന്ന് കൂട്ടാൻ പോയി, വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിരിക്കും. അങ്ങനെ ഒരു 10-30 കൊല്ലം കഴിഞ്ഞ് എന്തായിരിക്കും സമൂഹത്തിൽ? അങ്ങനെ സംഭവിക്കില്ല. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാതെ മറ്റുള്ളവർ ചെയ്യൂല എന്നല്ല, നമ്മൾ തന്നെ ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. അല്ലേ? എന്തായിരിക്കും പ്രത്യാഘാതം? ഒരു ജനറേഷൻ ഇവിടെ വളർന്നു വരും. ആരാണ് പടച്ച തമ്പുരാൻ എന്നറിയാത്ത, ആരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നറിയാത്ത, എങ്ങനെയാണ് പടച്ച തമ്പുരാന് നമിക്കുക എന്നറിയാത്ത, എങ്ങനെയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടത് എന്നറിയാത്ത ഒരു തലമുറ വളർന്നു വന്നാൽ അരാജകത്വമല്ലേ പ്രിയപ്പെട്ടവരെ ഉണ്ടാവുക? ഇത് യൂറോപ്യൻ രാജ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്പെയിനിലേക്ക് അവർ കടന്നു വന്നപ്പോ ആദ്യം ചെയ്തത് മുസ്ലിങ്ങളെ കൊല്ലുന്നതിന് പകരം കർഡോവ എന്ന യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിക്ക് തീ കൊടുത്തു. അഗ്നിക്കിരയാക്കി ലക്ഷക്കണക്കായ മഹാഗ്രന്ഥങ്ങള്. മുഅ്മിനീങ്ങളെ, നമ്മൾ അറിയണേ, ഇന്ന് ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറയുന്ന DTP സംവിധാനം നിലവിലുള്ള കാലമാ. ഒരു പുസ്തകം ഇറക്കണമെങ്കിൽ 2 മണിക്കൂർ സമയം മതി അത് പബ്ലിഷ് ചെയ്ത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ. അന്ന് മുഅ്മിനീങ്ങളെ, വൃക്ഷത്തിന്റെ കൊമ്പുകൾ ചെത്തിമിനുക്കി കൊണ്ടുവന്നിട്ട്, മരത്തിന്റെ കൊമ്പ് ചെത്തിക്കൊണ്ടുവന്നിട്ട് കലമായി ഉപയോഗിച്ച് മുമ്പിലിരിക്കുന്ന മഷിക്കുപ്പിയിൽ മുക്കി 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 എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമാണ്. ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, പുസ്തകത്തിന്റെ കനം പോലെ ത്യാഗത്തിന്റെ പരിശ്രമ സപര്യകളിലൂടെ മഹാപണ്ഡിത ശ്രേഷ്ഠന്മാർ എഴുതിയുണ്ടാക്കിയ 1.5 ലക്ഷത്തോളം ഗ്രന്ഥമുള്ള സർവകലാശാലയാണ്. കത്തിച്ചു ചമ്പലാക്കി. അതിൽ അസ്ട്രോണമി ഉണ്ടായിരുന്നു, അതിൽ ഫിസിക്സ് ഉണ്ടായിരുന്നു, അതിൽ സോഷ്യൽ സ്റ്റഡീസ് ഉണ്ടായിരുന്നു, അതിൽ മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നു, അതിൽ അരികൾച്ചർ ഉണ്ടായിരുന്നു, അതിൽ കെമിസ്ട്രി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ തിരിച്ചുപോയത് എങ്ങനെയാണെന്നറിയുമോ? അത് പ്രിയപ്പെട്ടവരെ, തിരിച്ചു കടന്നു പോകാൻ അവർ ബ്രിഡ്ജുണ്ടാക്കി, പാലമുണ്ടാക്കി. സിമന്റ് ഇട്ടുള്ള പാലമല്ല, പാതി കത്തിയ ഗ്രന്ഥങ്ങൾ അടുക്കി 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 വെച്ചിട്ട് അതിന്റെ മുകളിൽ ചവിട്ടിയാണ് താർത്താരികൾ സ്പെയിനിൽ നിന്ന് കടന്നുപോയതെന്ന് ചരിത്രമേ. മുഅ്മിനീങ്ങളെ, ദിവസങ്ങളോളം ആ നദിയിലെ വെള്ളം മുഴുവൻ കറുത്ത മഷി കലർന്നിട്ട് കറുപ്പ് കളറായി ഒഴുകിപ്പോയി എന്നാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? സങ്കടം. ഇന്ന് കുറച്ച് പുസ്തകം കത്തിച്ച് കളഞ്ഞ വലിയ പണിയൊന്നുമില്ല. അതിന്റെ CD ഉണ്ടാവും കമ്പ്യൂട്ടറിൽ, അതിന്റെ കോപ്പി എടുക്കാം, പുതിയ പുസ്തകം ഇറക്കാം. ഇത് ദിവസങ്ങളും മാസങ്ങളും എടുത്ത് കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയ മഹാഗ്രന്ഥങ്ങളാണ് ലോകത്ത് നശിപ്പിക്കപ്പെട്ടത്. അന്ന് ഈ യൂറോപ്യർ, അന്ന് ഈ അമേരിക്കക്കാരൻ, ഇന്ന് നാസയുടെ സകലമാന കുത്തകകളും അവകാശപ്പെടുന്ന ശാസ്ത്രലോകത്തിന്റെ മുടിചൂടാൻ മന്നന്മാരായിരുന്ന ഇവരുടെ മുൻഗാമികൾ കാസ്പിയൻ നദിയുടെ തീരത്ത് നിക്കറിട്ടിട്ട് ഞണ്ടും തവളയും പിടിച്ചു നടക്കുകയായിരുന്നു. ചൂണ്ടൽ അൺകൾച്ചറുകളായി, സംസ്കാരമില്ലാതെ. അന്ന് മുസ്ലിം വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിൽ ഇരുന്നു കൊണ്ട് വെള്ളത്തിന്റെ തീസീസ് തയ്യാറാക്കുകയായിരുന്നു. മുഅ്മിനീങ്ങളെ, അവിസന്നയുടെ ദ ബൈബിൾ ഓഫ് മെഡിസിൻസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അൽ ഖാനൂനു ഫി തിബ്ബ്, വൈദ്യശാസ്ത്രത്തിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ മുഴുവൻ രേഖപ്പെടുത്തിയ ഗ്രന്ഥം.
ഖുർആൻ പഠിച്ച, ഹദീസ് പഠിച്ച, തസവ്വുഫിൽ ഇസ്ലാമിക സൂഫിസത്തിൽ ഗവേഷണ പടുവായിരുന്ന അവിസന്ന എന്ന് പറയുന്ന മഹാമനീഷിയാണ് അൽ ഖാനൂനു ഫി തിബ്ബ് ലോകത്തിന് സമ്മാനിച്ചത്. ആ ഗ്രന്ഥം ഇന്ന് യൂറോപ്പിൽ അറിയപ്പെടുന്നത് ദ ബൈബിൾ ഓഫ് മെഡിസിൻസ് എന്ന പേരിലാണ്. വൈദ്യശാസ്ത്രത്തിന്റെ ബൈബിൾ. അവിസന്ന യൂറോപ്പിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇബ്നു സീന എന്ന് പറയുന്ന അവിസന്ന അറിയപ്പെടുന്നത് ദ ഫാദർ ഓഫ് മെഡിസിൻസ് എന്ന പേരിലാണ്. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം ലഭിക്കുന്ന ഇന്നത്തെ വിദ്യാർത്ഥികൾ അതിന്റെ അടിസ്ഥാന ക്വാളിഫിക്കേഷനായി അൽ ഖാനൂനു ഫി തിബ്ബിനെ കുറിച്ച് 22 പേജുകളോളം വരുന്ന ഒരു തീസിസ് സമർപ്പിക്കണം.